അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു ബ്രെഡ് പുഡിംഗ് ആണ്. എന്തായാലും നോമ്പൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ ഒരു മധുരമൊക്കെ ആവാലോ. ഒരു 2 കപ്പ് പാല് ചൂടാക്കാൻ വെക്കുക. ഇനി 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ച് കലക്കി അതങ്ങ് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കണ്ടൻസ് മിൽക്കാണ്. അതും കൂടെ ചേർത്ത് കൈവിടാതെ ഇളക്കി യോജിപ്പിക്കുക. ഒരു 3-4 മിനിറ്റ്. ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിലും സാരില്ല, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഒരു 3-4 തുള്ളി വാനില എസൻസ് മാത്രം ചേർത്താൽ മതി. ഇനി ഒരു 2-3 കഷ്ണം ബ്രെഡ് എടുത്ത് അതിൻ്റെ അരികൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് ഒരു കഷ്ണം ഒരു പാത്രത്തിലേക്ക് അങ്ങ് വെക്കുക. ഇതിൻ്റെ മുകളിലൂടെ ആ കസ്റ്റേർഡ് മിൽക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒരു കഷ്ണം ബ്രെഡ് വെച്ച് വീണ്ടും പാലൊഴിച്ചു കൊടുക്കുക. അത് മുഴുവൻ ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഫ്രഷ് ക്രീമിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ പുഡിങ് ഒന്ന് ചന്തത്തിൽ അലങ്കരിക്കാനായിട്ട് ബദാമോ പിസ്തയോ കശുവണ്ടിപ്പരിപ്പോ അരിഞ്ഞത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിക്കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലൊരു 2 മണിക്കൂറെങ്കിലും തണുപ്പിക്കാൻ വെക്കാം. ഇനി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഒരു സ്പൂൺ കൊണ്ടൊന്ന് കഴിച്ചു നോക്കൂന്നേ, അപ്പോൾ അറിയാം നമ്മളുണ്ടാക്കിയ ബ്രെഡ് കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ യഥാർത്ഥ രുചി. ഇതിപ്പോൾ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയെന്ന് വിചാരിക്കുക, നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി നോക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്.